വശ്യം അല്ലെങ്കിൽ മാന്ത്രികം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇത് യഥാർത്ഥത്തിൽ സത്യമാണോ? ഉണ്ട്. നമുക്ക് വശ്യം എൻ്റെ ആരുമല്ല, വേറെ 2 പേരാണ്. അവരെ തമ്മിൽ നമ്മൾക്ക് യോജിപ്പിക്കണമെങ്കിൽ നമുക്ക് റെക്കി ചെയ്യാം. ഞാൻ ഇന്ന് രാവിലെ ചെയ്തതാ. രാഹുലിൻ്റെയും രോഹിത്തിൻ്റെയും ഈ ബിൽഡിങ്ങിൻ്റെയും മുന്നിൽ ചില യന്ത്രങ്ങൾ കണ്ടു. വരുന്നതിന് മുമ്പേ വിഷ്വലൈസ് ചെയ്തു. നല്ലപോലെ സാധനകൾ ചെയ്യുന്ന മോഹൻലാൽ ആണെങ്കിൽ അതുപോലുള്ള പലരും ആളുകളാൽ കൂടുതൽ ആകർഷിക്കപ്പെടുന്ന ഓരോരുത്തരും നല്ല പോലെ സാധന ചെയ്യുന്നവരാണ്. ഭൂതം പ്രേതം പിശാച് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ കയറി ഇങ്ങനെ ഇരുന്നിട്ട് അത് ആണിതെല്ലാം പ്രവർത്തിപ്പിക്കുന്നത് എന്നൊക്കെയുള്ള ആൾക്കാരുടെ ചിന്തയുണ്ടല്ലോ, അതൊന്നും ശരിയല്ല. നമ്മുടെ കാഴ്ചപ്പാട് മാത്രമാണ്, ചിന്തകൾ മാത്രമാണ്, അല്ലാതെ നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞൊരു കറുത്തൊരു എനർജി എവിടെയും ഇരിപ്പില്ല. നമ്മൾ ഈ നെഗറ്റീവ് എനർജി പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് മാമിനോട് സംസാരിച്ച വഴിക്ക് തന്നെ മാം പറഞ്ഞതാണ്, മാമിന് ഒരുപാട് കോളുകൾ വരും. ഈ കോളുകളിൽ ചില കോളുകൾ എടുക്കുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് ഫീലായിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് കോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മനോഭാവമായിരിക്കും. അതേപോലെ തന്നെ ചില മനുഷ്യരെ കാണുമ്പോൾ നമുക്ക് തന്നെ സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും ഒരു നെഗറ്റീവ് ഫീൽ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ്, ഒരു പരിചയവും ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയും? ഈ നെഗറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ അങ്ങനെ ഒന്നും സത്യത്തിൽ ഇല്ല കേട്ടോ. അതായത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് പോൾ ഉണ്ടല്ലോ, അത് പ്രപഞ്ചത്തിലും നമ്മുടെ ഉള്ളിലും എല്ലാം ഇതുണ്ട്. അല്ല നെഗറ്റീവ് എനർജിയായിട്ട് മാത്രം നിൽക്കുന്ന ഒന്നുമില്ല. പക്ഷെ നമ്മളിത് ഇങ്ങനെ പറയാൻ കാരണം നെഗറ്റീവ് തോട്ട്സ് ആണ്. ചില ആൾക്കാർ എപ്പോഴും ഇങ്ങനെ പലതിനെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെട്ടിട്ടും ഇല്ലാത്ത ഒന്നിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ടും അങ്ങനെ നമ്മുടെ എപ്പോഴും മറ്റുള്ളവരുടെ പക, ദേഷ്യം, അവരെ ഇല്ലാതാക്കണം എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തോട്ട്സ് ഉണ്ട്. എന്ത് നെഗറ്റീവ് ചിന്തകളെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന എന്തും സ്ഥിരമായി ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ എപ്പോഴും ഒരു രോഗാതുരമായ ഒരു അവസ്ഥയെന്ന് വേണമെങ്കിൽ പറയാം. അത് രോഗമായിട്ട് പരിണമിച്ചിട്ടില്ല, പക്ഷേ എപ്പോഴും ആ ഒരു ചിന്ത തന്നെ വരും. ഇപ്പോൾ നല്ല പണം കയ്യിലുണ്ട്, പക്ഷെ ഞാൻ ദരിദ്രനാണെന്ന് എല്ലാവരോടും പറയാൻ പോയാൽ ആൾ ഈ പണമില്ലെന്ന് കാണിക്കാൻ വേണ്ടി രൂപത്തിലും ഭാവത്തിലും ഒക്കെ ആ ഒരു ദാരിദ്ര്യം കാണിക്കും അല്ലേ. പണമില്ലെന്ന് മറ്റുള്ളവരോട് പറയുകയും പിന്നെ ഏറ്റവും വില കൂടിയ ഡ്രസ്സ് ഇട്ടിട്ടും സ്വർണ്ണമൊക്കെ അണിഞ്ഞിട്ട് നടക്കുമ്പോൾ അവർ ചോദിക്കില്ലേ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എന്ത് പറയുന്നോ എന്ത് ചിന്തിക്കുന്നോ അതുപോലെയായി നമ്മൾ മാറുകയാണ്. അപ്പോൾ മനഃപൂർവ്വമോ അല്ലാതെയോ നമ്മുടെ ഉള്ളിൽ അതിനെ നെഗറ്റിവിറ്റി എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ളവരിലാണ് കൂടുതലും രോഗങ്ങൾ വരുന്നതും ഇങ്ങനെയാണ്. ഇപ്പോൾ കുറ്റബോധം പോലും രോഗമായിട്ട് മാറും. കുറ്റബോധം പോലും അതിങ്ങനെ ഉള്ളിൽ എപ്പോഴും നെഗറ്റീവ് ആ ചിന്തകൾ ഇങ്ങനെ കിടന്ന് എവിടെയെങ്കിലും അതിങ്ങനെ സപ്രസ് ചെയ്യും. സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് രോഗമായിട്ട് വരുന്നത്. ഇത് നമ്മുടെ മനസ്സിലെവിടെയാണെന്ന് ഓർക്കണം. ഈ മനസ്സെന്ന് പറയുന്നൊരു അവയവമൊന്നുമല്ല, ശരീരമാകമാനം വ്യാപിച്ച് കിടക്കുന്ന ഊർജം തന്നെയാണ് ഈ മനസ്സും. അപ്പോൾ അത് എവിടെയെങ്കിലുമൊക്കെ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് രോഗമായിട്ട് മാറാം. അങ്ങനെ ഏത് രോഗവും അങ്ങനെ ആവാം. അപ്പോൾ പിന്നെ ചിലരുടെ സംസാരം, നമുക്കൊരു ഉദാഹരണം, നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരാൾ മുഖമൊക്കെ വീർപ്പിച്ച് നമ്മളോട് യാതൊരു സ്നേഹവും കാണിക്കാതെ ഒരാൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ തോന്നുമോ? അതേസമയം നമ്മൾ ചെല്ലുമ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി നമ്മളെ സ്വീകരിക്കുകയാണെങ്കിലോ നമുക്കവിടെ ചെല്ലാൻ തോന്നും, അവിടെ ഇരിക്കാൻ തോന്നും, നമ്മളോട് നന്നായിട്ട് സംസാരിക്കുന്നു, നമുക്കിരുന്ന് സംസാരിക്കാൻ തോന്നും. ഇതൊക്കെയാണ് പോസിറ്റീവ് എന്ന് പറയുക. അതാണ് നമ്മുടെ ചിന്തകളും പ്രവൃത്തിയുമാണ് പോസിറ്റീവ്. എപ്പോഴും എല്ലാവരെയും കുറ്റം പറയുക, ഒന്നും നല്ലതിനെ ഒന്നും കാണാൻ സാധിക്കുക, എന്ത് കണ്ടാലും അതിലൊരു നെഗറ്റീവ് കാണാൻ ശ്രമിക്കുക, അതൊക്കെ ഈ നെഗറ്റിവിറ്റിയാണ്, നമ്മുടെ ഉള്ളിലെ നെഗറ്റിവിറ്റിയാണ്. പക്ഷേ കാലഘട്ടങ്ങളായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ചിന്ത എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജികളാണ് നമ്മളെ ഇതിനെല്ലാം പ്രേരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് എനർജിയാണ് ഇത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ആ നെഗറ്റീവ് എനർജി കൂടി നിൽക്കുന്നതുകൊണ്ടാണ്, ചിലർ പറയും നിങ്ങൾക്ക് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്, നെഗറ്റീവ് കൂടി നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള, അല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോഴത്തേക്കും മറ്റുള്ളവർ പോകുന്നത്, നിങ്ങളുടെ ബന്ധങ്ങൾ തകർന്നു പോകുന്നത്, നിങ്ങൾക്ക് സുഹൃത്തുക്കളില്ലാതെ നിങ്ങൾ ഒറ്റപ്പെടുന്നത് നെഗറ്റീവ് എനർജി കാഴ്ചപ്പാടാണ്. ഇപ്പം നമ്മൾ തമ്മിൽ സുഹൃത്താണെങ്കിൽ നമ്മൾ എന്താണോ രാഹുൽ
ഞാൻ രാഹുലിനെ അങ്ങനെ തന്നെ ഉൾക്കൊള്ളണം, അല്ലേ? അല്ല രാഹുലിന് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് അതുകൊണ്ട് എനിക്ക് രാഹുലിനെ വേണ്ട എന്ന് പറയുമ്പോൾ അതാണ് തെറ്റ്. ഇപ്പം എനിക്ക് ഓരോ മനുഷ്യർക്കും ഓരോ കുറവുകൾ ഉണ്ടാവാം, പക്ഷെ നമ്മൾ അതോടുകൂടിയാണ് ഒരാളെ ഉൾക്കൊള്ളേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ അപ്പോൾ കാഴ്ചപ്പാടിനല്ലേ പ്രാധാന്യം. അപ്പോൾ എന്തും അത് നമ്മുടെ കാഴ്ചപ്പാട് മാത്രമാണ്, ചിന്തകൾ മാത്രമാണ്. അല്ലാതെ നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞൊരു കറുത്തൊരു എനർജി എവിടെയും ഇരിപ്പില്ല. പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രകാശപൂരിതമായിട്ടൊരു എനർജി ഇരിപ്പില്ല. നമ്മുടെ ബോഡി ഇപ്പം നമ്മുടെ ഓരോ ന്യൂറോൺസിലൂടെയും അല്ലെങ്കിൽ കോശങ്ങളിലൂടെയും വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടണമെങ്കിൽ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് എനർജി നമ്മുടെ ഉള്ളിൽ വേണം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. അത് നിരന്തരം നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന ഒന്നാണ്. അല്ലാതെ നെഗറ്റീവ് എനർജി മാത്രം കൂടുന്ന എങ്ങനെ? ഒരാറ്റത്തിൽ നെഗറ്റീവ് എന്ന് പറഞ്ഞ ഇലക്ട്രോണിനെയാണ്. ആ ഇലക്ട്രോണിൻ്റെ നേരായ പ്രവാഹമാണ് കറണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് എനർജി അതാണ്. അപ്പോൾ ഇലക്ട്രിക് എനർജിയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ആയിട്ടൊക്കെ മാറുന്നത്. അപ്പോൾ ഇതല്ലാതെ നമ്മുടെ ഉള്ളിൽ ഈ ഫിസിക്സ് അല്ലാതെ വേറൊന്നും നടക്കണില്ല. ഫിസിക്സും കെമിസ്ട്രിയും മാത്രമേ നടക്കണുള്ളൂ. അല്ലാതെ ഈ പറയുന്ന രീതിയിലുള്ള നെഗറ്റിവിറ്റി ഒന്നും, ഭൂതം പ്രേതം പിശാച് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ കയറി ഇങ്ങനെ ഇരുന്നിട്ട് അത് ആണിതെല്ലാം പ്രവർത്തിപ്പിക്കുന്നത് എന്നൊക്കെയുള്ള ആൾക്കാരുടെ ചിന്തയുണ്ടല്ലോ, അതൊന്നും ശരിയല്ല. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടും ചിന്താഗതിയും മാറ്റിയാൽ മതി, പോസിറ്റീവ് ആക്കണം. നമ്മളൊരു കാര്യം ഇല്ല എന്ന് പറയാതെ എപ്പോഴും അതിനകത്ത് എന്താണ് പോസിറ്റീവ് അത് കാണണം. അങ്ങനെ കണ്ടാൽ തീരുന്ന കാര്യമേ ഉള്ളൂ. ആറ്റിറ്റ്യൂഡ് മാറ്റേണ്ട പ്രശ്നം മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളെല്ലാവരും സ്വീകരിക്കുന്ന രീതിയിലേക്കാകാൻ അങ്ങനെ എന്തെങ്കിലും വഴികൾ എന്തെങ്കിലും ഉണ്ടോ? റെക്കിലുണ്ട്, അതിന് യന്ത്രമുണ്ട്. അതെന്താണ്? അതിങ്ങനെ ലവ് മേക്കിംഗ് യന്ത്രമുണ്ട്. പിന്നെ റെക്കിയിൽ നമ്മൾ സാധനകൾ ചെയ്തു വരുമ്പോൾ നമ്മൾ പവർഫുൾ ആകുമല്ലോ. ഇപ്പോൾ നമ്മൾ നേരത്തെ മോഹൻലാലിനെ കുറിച്ച് രോഹിതനോട് സംസാരിച്ചു. അതായത് നല്ലപോലെ സാധനകൾ ചെയ്യുന്ന മോഹൻലാലാണെങ്കിൽ അതുപോലുള്ള പലരും ആളുകളാൽ കൂടുതൽ ആകർഷിക്കപ്പെടുന്ന ഓരോരുത്തരും നല്ല പോലെ സാധന ചെയ്യുന്നവരാണ്. ഇപ്പോൾ ക്ഷേത്രങ്ങളായാലും ഒരുപാട് പേരാൽ ആകർഷിക്കപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ പൂജകൾ നല്ലപോലെ ചെയ്ത് അവിടെ എനർജി കൂടുതലുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ ഈ സാധനകൾ ചെയ്യുമ്പോൾ നമ്മൾ പവർഫുൾ ആകും, നമ്മുടെ ഓറയൊക്കെ നന്നായിട്ട് വികസിക്കും. നെഗറ്റിവിറ്റി ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ തന്ത്ര സാധകർ നെഗറ്റീവായിട്ടൊരു കാര്യം പോലും ചിന്തിക്കാൻ പാടില്ലെന്നാണ്. ആഹാരത്തിലും കുറച്ച് ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ പോസിറ്റീവ് പവർ നമ്മുടെ ഉള്ളിൽ നിറയുകയും, അതായത് നമ്മളുടെ പവർ കൂടുതൽ വർദ്ധിക്കുകയും മറ്റുള്ളവരാൽ നമ്മൾ ആകർഷിക്കപ്പെടുകയും ചെയ്യും. കാരണം നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് ചിന്തകളൊന്നുമില്ല. അപ്പം നമ്മൾക്കെല്ലാവരോടും സ്നേഹമല്ലേ. അപ്പം നമ്മളോടെല്ലാവരും നമ്മളാൽ ആകർഷിക്കപ്പെടും, നമ്മളോട് ഇഷ്ടം തോന്നും. പിന്നെ അതിന് പ്രത്യേകം യന്ത്രവും മന്ത്രവും ഉണ്ട്. അതുകൂടെ വെച്ചിട്ട് ഞാനിപ്പോൾ രാഹുലിനെ കാണുന്നതിന് മുമ്പേ ഞാൻ ഇന്ന് രാവിലെ ചെയ്തതാണ്. രാഹുലിൻ്റെയും രോഹിത്തിൻ്റെയും ഈ ബിൽഡിങ്ങിൻ്റെയും മുന്നിൽ ചില യന്ത്രങ്ങൾ കണ്ടു, വരുന്നതിന് മുമ്പേ വിഷ്വലൈസ് ചെയ്തു. അപ്പം അങ്ങനെ നമ്മൾ എവിടെ പോയാലും നമ്മൾ അങ്ങനെ ഒരു കാര്യം സാധിക്കാൻ നമ്മൾ ഒരു ഓഫീസിൽ പോവുകയാണെന്ന് വെച്ചു, നമ്മൾ സ്ഥിരം കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്, പക്ഷേ ആ കാര്യം സാധിച്ചിട്ടില്ല. ഇപ്പോൾ വില്ലേജ് ഓഫീസ്, നഗരസഭ, അതുപോലുള്ള ദൈനംദിന ആവശ്യങ്ങൾക്ക് നമ്മൾ പോകുന്ന സ്ഥലം, അല്ലെങ്കിൽ ഒരു ബാങ്ക് ലോൺ ആവട്ടെ, ഇങ്ങനെ എന്തു ആവട്ടെ നമുക്ക് സാധിക്കാൻ കുറച്ച് പ്രയാസമാണെന്ന് വെച്ചു. പക്ഷേ റെക്കിയിൽ ചില കാര്യങ്ങളുണ്ട്. ആ യന്ത്രമൊക്കെ വിഷ്വലൈസ് ചെയ്ത് ഇതുപോലെ മന്ത്രം ജപിച്ചുകൊണ്ടേ ഇരുന്ന് അവിടെ പോവുകയാണെങ്കിൽ നമ്മളെ അവർ ഹാർദമായിട്ട് സ്വീകരിക്കും, നമ്മളോട് അവർക്ക് ഇഷ്ടം തോന്നും, നമുക്ക് കാര്യം വേഗം സാധിച്ചു തരും. ഇപ്പം ഇവിടെ ഞാൻ വരുമ്പോൾ നിങ്ങളെല്ലാവരും ഞാനുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൽ ഇങ്ങനെ പോകണം, നന്നായിട്ട് പോകണം, അതാണ് എൻ്റെ ഉദ്ദേശം. ഇതിപ്പോൾ വന്നില്ലെങ്കിലും നിങ്ങളൊക്കെ നല്ലവരാണ്, അങ്ങനെ സംഭവിക്കുകയുള്ളൂ. പക്ഷെ എങ്കിലും അത് ശീലമായിപ്പോൾ അങ്ങനെ കാണും. അതേപോലെ തന്നെ ഈ വശ്യം അല്ലെങ്കിൽ മാന്ത്രികം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇത് യഥാർത്ഥത്തിൽ സത്യമാണോ? ഉണ്ട്. നമുക്ക് വശിച്ച നെഗറ്റീവായിട്ടുള്ള ഒരു രീതിയിലല്ല കേട്ടോ. രണ്ടുപേര് തമ്മിൽ പിണങ്ങിപ്പോയി എന്ന് വെച്ചോ, കൂട്ടുകാരാവാം, ഭാര്യ ഭർത്താക്കന്മാരാവാം, അല്ലെങ്കിൽ അങ്ങനെ ബന്ധുക്കളാവാം. നമുക്ക് പക്ഷേ അത് അവരെ യോജിപ്പിക്കണമെങ്കിൽ ഇപ്പം എൻ്റെ ആരുമല്ല, വേറെ രണ്ടുപേരാണ്, അവരെ തമ്മിൽ നമ്മൾക്ക് യോജിപ്പിക്കണമെങ്കിൽ നമുക്ക് റെക്കി ചെയ്യാം. അതിന് നമ്മുടെ ഇന്ത്യൻ തന്ത്രത്തിലുള്ള യന്ത്രവും മന്ത്രവും പ്രത്യേകിച്ചുണ്ട്. റെക്കിയിൽ നമുക്ക് സാധിക്കാം. പക്ഷെ നമ്മുടെ തന്ത്രത്തിൽ ചില യന്ത്രവും മന്ത്രവും ഉണ്ട്. അത് അവരുടെ അനാഹത ചക്രത്തിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് റെക്കി കൊടുക്കുകയാണെങ്കിൽ അവർ തമ്മിൽ യോജിക്കും.
അപ്പോൾ കുടുംബത്തിൽ ഇപ്പോൾ ഒരു വീട്ടിൽ റെക്കി എടുത്ത ഒരാളുണ്ടെങ്കിൽ അയാൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ വീട്ടിൽ എല്ലാവരും ശരിയായിട്ട് വരുന്നത് കാണാം. അങ്ങനെയൊക്കെ ഒരുപാട് പേരുടെ അനുഭവങ്ങളുണ്ട് എൻ്റെ അടുത്ത് പഠിച്ചവർ. ഓർമ്മിക്കുന്ന അനുഭവം പറയാമോ? ഒരു കുട്ടീന് ജീവിക്കില്ല, ഞാനും മക്കളും കൂടി മരിക്കാൻ പോവാണെന്ന് പറഞ്ഞ അങ്ങനെ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ ഡോക്ടറാണ് കേട്ടോ, നമ്മുടെ ജൂനിയർ ഡോക്ടറാണ്, അങ്ങനെ പലരും ഉണ്ട്. വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനെനിക്കൊരു പരിഹാരം ഇല്ല, അത് കുടുംബത്തിലെ പലരുടെയും കൂടിയുള്ളൊരു പ്രശ്നമാണ്, അതുകൊണ്ട് ഡോക്ടർ ദീക്ഷ എടുക്കുക, പ്രാക്ടീസ് ചെയ്യുക, അപ്പോൾ വീട്ടിൽ ബാക്കി എല്ലാവരും മാറിക്കോളും. ഒരു 21 ദിവസത്തിനുള്ളിൽ അവരെന്നെ വിളിച്ച് പറയാം ഒരു കുഴപ്പമില്ല. അങ്ങനെ പലരുണ്ട് അങ്ങനെ അനുഭവം, അങ്ങനെ എല്ലാം മാറും. അപ്പോൾ എന്തിന് നമ്മളൊരു വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ ആ ചുറ്റിലുമുള്ള വീട്ടുകാർ പോലും നമ്മളോട് ഭയങ്കര അനുഭാവപൂർവ്വം നമ്മളോട്, അതുവരെ അങ്ങനെ അല്ലായിരുന്നെങ്കിലും അത് മാറിയിട്ട് നമ്മളോട് വലിയ സ്നേഹമാവും, ഇത് എല്ലാത്തിനും അനുകൂലമായിട്ട് നിൽക്കും. ഇത് നെഗറ്റീവായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഇപ്പോൾ മാം പറഞ്ഞു അത് ഇപ്പോൾ ഭാര്യ ഭർത്താവ് അങ്ങനെയുള്ള ബന്ധങ്ങൾ ഉപയോഗിക്കാം, പക്ഷേ ഇത് കൂടുതലും ആളുകൾ ഉപയോഗിക്കുന്നത് മറ്റ് അനാവശ്യമായിട്ട് സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തായാലും അങ്ങനെ പാടില്ലെന്നാണ് നമ്മുടെ ശാസ്ത്രം. നമ്മളൊരു ഈ ദീക്ഷയ്ക്ക് ശേഷം നമ്മളൊരു ഓത്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയും നമ്മുടെ സെൽഫായിട്ടുള്ള കാര്യത്തിന് വേണ്ടി ചെയ്യില്ല, പിന്നെ നമ്മളൊരു കാര്യം ചെയ്യുന്നെങ്കിൽ അത് മറ്റുള്ളവർ കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിലേ ഇത് ചെയ്യാൻ പാടുള്ളൂ, മറ്റാർക്കും ദോഷം വരുന്ന രീതിയിൽ റെക്കി ചെയ്യരുത്. കാരണം നമ്മൾ ഈ മന്ത്രജപമൊക്കെ സ്ഥിരം പുരസ്ചരണമെന്ന് പറയും. ഇപ്പം നമ്മുടെ ഈ മന്ത്രം റെക്കിയിൽ ദീക്ഷ കിട്ടിക്കഴിഞ്ഞ് കിട്ടുന്ന മന്ത്രം നമ്മൾ എപ്പോഴും ജപം വേണം. ഒരു ദിവസം 1008 പ്രാവശ്യമെങ്കിലും ജപിക്കണം. ഇനി ഒരു പുരസ്ചരണം എന്ന് പറയുമ്പോൾ 1,25,00,000 തന്ത്രത്തിലെ എല്ലാ മന്ത്രങ്ങളും അങ്ങനെ തന്നെയാണ് കേട്ടോ, റെക്കിയുടെ മാത്രമല്ല. അപ്പോൾ പുരസ്ചരണം ചെയ്യുമ്പോൾ അത്രയും പവറാകും, നമ്മൾ പവർഫുള്ളാകും, യൂണിവേഴ്സുമായിട്ട് നമ്മൾ അത്രയും ലയിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതൊരു പ്രത്യേക അനുഭൂതിയാണത്. അപ്പോൾ ഈ ഒരു ജപം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചിന്തിച്ചാലും നടക്കും. അപ്പോൾ പറയും നെഗറ്റീവ് ചിന്തിക്കരുത്, ആ നെഗറ്റീവ് ചിന്തിച്ചാൽ നടന്നു പോയാലോ, അതുകൊണ്ട് നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കരുതെന്ന് നമ്മൾ ദീക്ഷ കൊടുത്തിട്ട് പറയുന്നതാണ് അവരോട്. പക്ഷെ മനുഷ്യൻ്റെ ഒരു മനസ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നെഗറ്റീവ് ചിന്തിക്കരുത് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആയിരിക്കത്തില്ലേ ചിന്തിക്കുന്നത്? അങ്ങനെ പാടില്ല. ഒരു സാധകൻ അത് ചെയ്യാൻ പാടില്ല. സാധാരണക്കാരങ്ങനെ ചെയ്യാം, പക്ഷെ അവരും ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഈ തന്ത്രദീക്ഷ ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മുടെ ഭാരതത്തിലെ തന്ത്രദീക്ഷ എടുക്കാൻ നമുക്ക് പറ്റില്ല, എല്ലാവർക്കും പറ്റില്ല. അപ്പോൾ ഒരിക്കലും നമുക്ക് തന്ത്രദീക്ഷയാണല്ലോ, അപ്പം അതെടുക്കുക. ഒരാളെടുത്താൽ ആ കുടുംബം നന്നാവും, കുടുംബം നന്നാവുമ്പോൾ സമൂഹം നന്നാവും, സമൂഹം നന്നാവുമ്പോൾ രാജ്യം തന്നെ നന്നാവും, ലോകം നന്നാകാൻ വേറെ ഒന്നും വേണ്ട സത്യം പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും പഠിക്കണമെന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. നമ്മുടെ ഇപ്പോൾ മാം പറഞ്ഞതുപോലെ നെഗറ്റീവ് തോട്ടുകളാണ്, പക്ഷെ അതൊക്കെ മാറ്റി പോസിറ്റീവ് ആക്കി നമ്മുടെ ഓറയെ ശക്തിപ്പെടുത്താൻ എന്തെങ്കിലും വഴി റെക്കിയിലുണ്ടോ? ഉണ്ടല്ലോ, അതിന് മൊത്തം അത് തന്നെയാണ്. ദീക്ഷ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസ് ഒക്കെ അതിനു വേണ്ടിയാണ്. മന്ത്രജപം പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ മെഡിറ്റേഷൻ തന്നെയാണ്? അല്ലല്ല, മെഡിറ്റേഷൻ ഉണ്ട്, റെക്കിയിൽ മെഡിറ്റേഷൻ ഉണ്ട്, ചക്ര മെഡിറ്റേഷൻ, റെക്കി മെഡിറ്റേഷൻ, കുണ്ടലിനി മെഡിറ്റേഷൻ, പിന്നെ ഞാൻ ക്രിയായോഗയുടെ ചില മെഡിറ്റേഷൻസ് കൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മൾ ചക്രാസിൽ നമ്മൾ ചെയ്യേണ്ട മെഡിറ്റേഷൻ, ചക്ര മെഡിറ്റേഷനുണ്ട്. പിന്നെ റെക്കി ഹീലിംഗ് കൊടുക്കുന്നത് മെയിൻലി 7 ചക്രാസ്, പിന്നെ കാൽമുട്ട്, കാൽപാദം, പിന്നെ നമ്മുടെ എല്ലാ ഓർഗൻസിനും, പിന്നെ നമുക്ക് എവിടെയാണ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ ഹീലിംഗ് കൊടുക്കണം. അപ്പോൾ ഈ 7 ചക്രാസ് നമ്മൾ എപ്പോഴും പവർഫുള്ളാക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ ബ്രെയിൻ ഉൾപ്പെടുന്ന ആജ്ഞാ സഹസ്രാരം, പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്ലാൻഡ്സൊക്കെ ഉള്ള പോയിൻ്റാണ് 7 ചക്രാസ്. അപ്പോൾ അവിടെ എല്ലാം എന്നും ഹീലിംഗ് കൊടുത്ത് എപ്പോഴും നമ്മൾ പവർഫുള്ളാക്കുമ്പോഴുള്ള മെച്ചം, ശാരീരികമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം മെച്ചപ്പെടും, എല്ലാം നന്നായി നടക്കും, മെൻ്റലി ഉള്ള പ്രവർത്തനങ്ങളെല്ലാം നന്നായി നടക്കും, നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ എനർജി ലെവൽ വർദ്ധിക്കും. അങ്ങനെ നമ്മൾ അത്ര പവർഫുള്ളായിരിക്കുമ്പോൾ നമ്മൾ പിന്നെ ബാഹ്യമായിട്ട് ഉള്ളതൊന്നും നമ്മൾ കേൾക്കില്ല. ഇപ്പോൾ നമുക്ക് അതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ കാരണങ്ങളുണ്ടെങ്കിൽ പോലും നമ്മളിങ്ങനെ തളരുമെങ്കിൽ ഈ സാധകൻ ഒരിക്കലും അങ്ങനെ തളരില്ല, ഒന്നും നമ്മളെ ഏൽക്കാതെ. ഇപ്പോൾ നമ്മൾ എന്ത് കണ്ടാലും നമുക്ക് ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കാൻ പറ്റും. ആ ഒരു നിർമ്മമമായി മാറും, ഡിറ്റാച്ച്മെൻ്റ് എന്നുള്ളൊരു ലെവലിലേക്ക് നമ്മൾ വരും.
എന്താണെങ്കിലും ഒരുപാട്